പലർക്കും പലരോടും ക്രഷൊക്കെ തോന്നും. നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാകും. അങ്ങനെ ആ ഒരു ക്രഷ് തോന്നുന്ന വ്യക്തികളെ കാണുമ്പോൾ, ആ ഒരു അട്രാക്ഷൻ തോന്നുന്ന വ്യക്തികളെ കാണുമ്പോൾ നിങ്ങളുടെ പെരുമാറ്റത്തിലൊക്കെ കുറേ ചേഞ്ചസ് ഉണ്ടാകും. അത് ചിലപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. പക്ഷെ ശ്രദ്ധിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്കത് മനസ്സിലാകും. അപ്പോൾ അതെന്താണെന്നറിയാൻ നിങ്ങൾക്കും താല്പര്യമില്ലേ? ആ ഒരു ക്രഷിനെ കാണുമ്പോൾ നിങ്ങളുടെ പെരുമാറ്റത്തിൽ വരുന്ന ചേഞ്ചസ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാം. ഡെയിലി ലൈഫിലെ സൈക്കോളജി റിലേറ്റഡ് കാര്യങ്ങളാണ് ചാനൽ റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക, ഫാമിലി, ഫ്രണ്ട്സ്, സൈക്കോളജിയിൽ ഇൻട്രസ്റ്റ് ഉള്ള മറ്റുള്ളവരുമായി ഇത് ഷെയറും ചെയ്യുക. നിങ്ങൾക്ക് ക്രഷുള്ള വ്യക്തിയെ കാണുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ വിടരും. സിമ്പിളായിട്ട് പറഞ്ഞാൽ ആ വ്യക്തിയെ കാണുമ്പോൾ നിങ്ങൾ കണ്ണും തള്ളി നിൽക്കും എന്ന് തന്നെ അർത്ഥം. അല്ലേ? കണ്ണുകളൊക്കെ അങ്ങ് തള്ളിപ്പിടിച്ച് ആകപ്പാടെ ഒരു വണ്ടറടിച്ച പോലെ ഒരു നിപ്പ് കുറച്ച് സമയം നിന്നേക്കും അല്ലേ? അത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ വന്നു പോകും. പിന്നെയുള്ളത്, അയാൾ അവിടെ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അതായത് ആ ഒരു ഐ കോണ്ടാക്റ്റ് വെക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കും. ആ വ്യക്തിയെ ഇടയ്ക്ക് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. മാറി മാറി കണ്ടിന്യൂസ് അല്ലെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ നോക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും. അപ്പം അത് നിങ്ങൾക്ക് ആ ഒരു അട്രാക്ഷൻ ആ വ്യക്തിയോടുള്ളത് കൊണ്ടാണ് ആ ഒരു ഐ കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ ക്രഷ് തോന്നുന്ന വ്യക്തികളോട് സംസാരിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടാകും. അവരുടെ അടുത്ത് പോയി ഇപ്പോൾ സംസാരിക്കാനൊരു ഭയമൊക്കെ അല്ലെങ്കിൽ ആ ഒരു മടി ആദ്യം തോന്നിയെങ്കിൽ പോലും അടുത്ത് പോയി നിൽക്കാനൊക്കെ ആ ഉള്ളൊരു ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് തോന്നും. അവരെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കും. അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അവരുടെ ആ ഒരു ശരീരഭാഷ അല്ലെങ്കിൽ ആംഗ്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പം അറിയാതെ തന്നെ നിങ്ങളും ഇമിറ്റേറ്റ് ചെയ്തേക്കാം. ചിലപ്പം ഒരു സിപ്പ് ചെയ്ത് വെള്ളം കുടിക്കുന്നതാകാം, അതല്ലെങ്കിൽ കൈകളൊക്കെ ക്രോസ് ചെയ്തിരിക്കുന്നതാകാം. അങ്ങനെയുള്ള പല പല കാര്യങ്ങളും അവരുടെ ആ ഒരു ചലനങ്ങളൊക്കെ നിങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ കണ്ടുവരാറുണ്ട്. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, പുഞ്ചിരി വരാറുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു വ്യക്തിയെ കാണുമ്പോൾ അറിയാതെ തന്നെ ഉള്ളിൽ നിന്നാണ് ആ ചിരി വരുന്നത്. അറിയാതെ നമുക്ക് ആ ഒരു പുഞ്ചിരി നമ്മുടെ മുഖത്ത് വന്നു പോകും. ഇനി ആ വ്യക്തി എങ്ങാനും നമ്മളെ നോക്കി ഒന്ന് ചിരിക്കുകയാണെങ്കിലോ പിന്നെ പറയണ്ട, തുള്ളിച്ചാടാനുള്ള തോന്നും അല്ലേ? അതുപോലുള്ളൊരു സന്തോഷം ഉള്ളിൽ വന്നിട്ട് നമ്മളറിയാതെ ചിരിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഒരു ചെറിയ നാണമൊക്കെ വരും. നമുക്ക് ആ ഒരു ബ്ലഷിങ് നമുക്കുണ്ടാകും. നമ്മളുടെ ആ ഒരു എന്താണ്, ഒരു അട്രാക്ഷൻ തോന്നുമ്പോഴത്തേക്ക് നമ്മളുടെ ആ സ്കിന്നിലേക്കുള്ള ആ ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ ബ്ലഷിങ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ കവിളുകളിൽ മുഖത്തേക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ആ ഒരു നാണവും ആ ഒരു ബ്ലഷിങ്ങും കാര്യങ്ങളും ഒക്കെ. പിന്നെ ഈ ക്രഷിനെ കാണുമ്പോൾ നിങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ മൊത്തത്തിലൊന്ന് ഓൾ സെറ്റാണോ എന്നൊന്ന് ഉറപ്പ് വരുത്തുക. അതായത് മുടിയൊക്കെ സ്റ്റൈലായിട്ടാണോ ഇരിക്കുന്നത്, ഡ്രസ്സൊക്കെ അടിപൊളിയാണോ, അതെല്ലാം നല്ലതായിട്ടാണോ കിടക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു നെർവസ്നെസ് വരും. അപ്പോൾ അങ്ങനെ ആ ഒരു നെർവസ്നെസ് വരുമ്പോൾ ചിലപ്പോൾ നിങ്ങളിങ്ങനെ ഈ വിരലുകൾ തട്ടിക്കൊണ്ടിരിക്കാം. അതല്ലെങ്കിൽ ചിലപ്പോൾ ഓരോന്നൊന്ന് ബലം പിടിച്ച് ചിലപ്പോൾ ഒരു ദീർഘശ്വാസമൊക്കെ വിട്ട് അങ്ങനെ ആ ഒരു നെർവസ്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം ഈ ക്രഷുള്ള വ്യക്തികളെ കാണുമ്പോൾ. ഈ ക്രഷിനെ കാണുമ്പോൾ കുറേ ചേഞ്ചസ് വരുമെന്ന് പറഞ്ഞല്ലോ നിങ്ങൾക്ക്. അതിനകത്ത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാനിടയുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് കൂടുന്നതാണ്. അത് നിങ്ങൾക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഹൃദയം കിടന്ന് പടപടാന്നായിരിക്കും ഇടിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? നമ്മുടെ അഡ്രിനാലിൻ്റെ ആ ഒരു പ്രൊഡക്ഷൻ അത് കൂടുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ ഹാർട്ട് ബീറ്റ് കൂടുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഡേ ഡ്രീമിങ് തുടങ്ങും എന്നുള്ളതാണ്. അതായത് പകൽ സ്വപ്നങ്ങൾ കാണും. അത് പ്രത്യേകിച്ച് വലിയ കാര്യമുള്ള കാര്യമൊന്നും ആയിരിക്കത്തില്ല. ഡെയിലി ലൈഫിൽ ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ നടക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പ്രത്യേകിച്ചൊരു കാര്യമില്ലാത്ത ചിലപ്പോൾ മണ്ടത്തരങ്ങളൊക്കെ ഇങ്ങനെ വിചാരിച്ച് ആ ഒരു പകൽ സ്വപ്നങ്ങൾ കണ്ട് സന്തോഷിച്ച് അങ്ങനെ ചിരിച്ച് നടക്കുന്ന ഒരു ലക്ഷണവും ഈ സമയത്ത് ഉണ്ടാകാറുണ്ട്. ഈ ക്രഷ് അടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇമോഷനാണ് അല്ലേ? അത് പക്ഷേ റൊമാൻറ്റിക് ഒരു അട്രാക്ഷൻ ആണോ? അല്ല. അതിൽ നിന്ന് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ക്രഷ് അടിക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഇൻറ്റൻസ് ആയിരിക്കും. പക്ഷേ അതൊരു ഷോർട്ട് ടേമിലേക്കായിരിക്കും ഈ ക്രഷ് ഫീൽ വരുന്നത്. അപ്പം ആ ഒരു റൊമാൻറ്റിക് അട്രാക്ഷനിൽ നിന്ന് കുറച്ച് ഡിഫറൻസ് ഉണ്ട് ഈ ക്രഷിന്.
ഒരാളോട് ക്രഷ് തോന്നിയാലുണ്ടാകുന്ന ഒരു കുഴപ്പമെന്ന് പറയുന്നത് നമ്മൾ കുഴപ്പമല്ല, വരുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് മാത്രമേ കാണുള്ളൂ എന്നുള്ളതാണ്. അവർക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് ഇഗ്നോർ ചെയ്ത് വിടും. ആ പോസിറ്റീവിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടായിരിക്കും പലപ്പോഴും ഈ ക്രഷ് ഉണ്ടാകുന്നത്. അതായത് ആ ഒരു വ്യക്തിയെ നമ്മൾ ഒരു ആദർശവൽക്കരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും ഈ ക്രഷ് ടൈമിൽ. ഈ ക്രഷ് ഫീലിംഗ് അതെന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ, ആ ഒരു ടൈമിൽ ആ ഒരു വ്യക്തിയെ കാണുന്ന സമയത്ത് നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒക്കെ അങ്ങ് ആക്റ്റീവ് ആകും. അതിൽ നിന്ന് ഡോപ്പമൈൻ എന്നുള്ള ഹോർമോണൊക്കെ അത് റിലീസ് ചെയ്യും. അപ്പോൾ അതൊരു ഫീൽ ഗുഡ് കെമിക്കലാണ്, അതൊരു ഹാപ്പിനെസ് ഹോർമോണാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെയുള്ള സന്തോഷം, വളരെ അധികം ആനന്ദമൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു ഹോർമോണുകളുടെ പ്രവർത്തനം കൊണ്ടാണ്. ഓരോ മനുഷ്യരുടെയും ചിന്താഗതി വ്യത്യാസമാണ് അല്ലേ? അപ്പം ഓരോരുത്തരുടെയും ആശയങ്ങൾ ഓരോന്നാണ്. ഓരോരോ മൂല്യങ്ങൾക്ക് ആയിരിക്കും ഓരോരുത്തർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം ഈ നമ്മളുടെ ആ ഉള്ളിലുള്ള ആശയങ്ങൾ, മൂല്യങ്ങൾ അല്ലെങ്കിൽ ഗുണങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറ്റൊരാളിൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് ആ ഒരു ടൈമിലാണ്, "ഓ, ഇത് നമ്മൾ വിചാരിക്കുന്ന നല്ല ഗുണങ്ങളൊക്കെയുള്ള ഒരാളാണല്ലോ, അതിൽ ഞാൻ വിചാരിച്ച പോലത്തെ ഒരാളാണ്" എന്നൊരു ഫീല് വരുമ്പോഴാണ് നമുക്ക് ഈ ക്രഷ് ഉണ്ടാകുന്നത്. ഈ ക്രഷ് ഫീലിംഗ് ഒക്കെ ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ് ഓരോ രീതിയിലായിരിക്കാം. പക്ഷെ പൊതുവേ എല്ലാവരിലും കണ്ടുവരുന്ന എല്ലാവരിലും അല്ലെങ്കിൽ പോലും കൂടുതൽ പേരിലും കണ്ടുവരുന്ന കുറച്ച് ലക്ഷണങ്ങളൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താൻ മറക്കരുത്. I hope this brought a smile to your face. Let the smile go on. Thank you.